ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സോഷ്യൽ സയൻസ് ക്ലാസ്സിലിരിക്കുന്നത് പോലെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു വലിയ ചോദ്യം ചോദിക്കാം, അല്ലേ? എങ്ങനെയാണ് ഒരു സമൂഹം ഇങ്ങനെ ഒരുമിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നത്? എന്താണ് അതിനെ ഒന്നിച്ചു നിർത്തുന്നത്? അതിനുള്ള ഉത്തരമാണ് സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ ഏതൊരു സമൂഹവും എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഒരു തരം ഓപ്പറേറ്റിംഗ് മാനുവലാണിത്. ഇതൊന്ന് സിമ്പിളായി മനസ്സിലാക്കാൻ ഒരു കാറിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഒരു കാർ ഓടണമെങ്കിൽ അതിൻ്റെ എൻജിൻ, വീലുകൾ, സ്റ്റിയറിംഗ് എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കണം, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു സോഷ്യൽ സിസ്റ്റവും. അതിലെ ഓരോ ഭാഗവും, അതായത് കുടുംബം, മതം, വിദ്യാഭ്യാസം പോലുള്ള സ്ഥാപനങ്ങളെല്ലാം കൃത്യമായി സഹകരിച്ച് പ്രവർത്തിക്കണം. ഇതിനൊരു കിടിലൻ താരതമ്യം സാമൂഹ്യശാസ്ത്രജ്ഞനായ ഹെർബർട്ട് സ്പെൻസർ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സമൂഹത്തെ നമ്മുടെ സ്വന്തം ശരീരത്തോടാണ് ഉപമിച്ചത്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഓരോ അവയവവും അതിൻ്റെ പണി കൃത്യമായി ചെയ്യണം. അതുപോലെ തന്നെയാണ് സമൂഹവും. ഓരോ സ്ഥാപനങ്ങളും അതിൻ്റെ ധർമ്മം ശരിയായി നിർവഹിക്കുമ്പോഴാണ് ആ സമൂഹം സുഗമമായി മുന്നോട്ടു പോകുന്നത്. വളരെ ശരിയല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾ? അതായത് നമ്മുടെയൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായും കുടുംബം തന്നെ. നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നല്ലേ? നമ്മുടെ സ്വഭാവം, മൂല്യങ്ങൾ, ബന്ധങ്ങൾ, ഇതിൻ്റെയൊക്കെ ബാലപാഠങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. സമൂഹത്തിലേക്കിറങ്ങാനുള്ള ആദ്യത്തെ പടി എന്ന് തന്നെ പറയാം. അടുത്തതാണ് വിദ്യാഭ്യാസം. ഇത് വെറുതെ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം സമൂഹത്തിന് ഉപകാരമുള്ള ഒരു വ്യക്തിയായി നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, നമ്മുടെ കഴിവുകൾ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. ഇനി അടുത്തത് മതം. ഒരേപോലെയുള്ള വിശ്വാസങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും ഒരുപാട് പേരെ ഒരുമിച്ച് നിർത്താൻ മതത്തിന് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാനുള്ളൊരു ധാർമ്മിക ചട്ടക്കൂട് നൽകുന്നതിലും ഇതിന് ഒരു പങ്കുണ്ട്. ഓക്കേ, ഇനി നമുക്ക് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വളരെ സവിശേഷമായ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതാണ് ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയ്ക്ക് പ്രധാനമായിട്ടും 4 പ്രത്യേകതകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അന്തർവിവാഹം, അതായത് സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന നിയമം. 2, ഒരു ശ്രേണി വ്യവസ്ഥ, അതായത് ജാതികൾക്കിടയിൽ ഒരു മുകളിൽ താഴെ എന്ന രീതിയിലുള്ള ഒരു വേർതിരിവ്. മൂന്നാമത്തേത് പാരമ്പര്യ തൊഴിൽ. ഓരോ ജാതിക്കും ഇന്ന തൊഴിലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിശ്ചയിച്ചിരുന്നു. നാലാമത്തേത് ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലുള്ള നിയന്ത്രണങ്ങൾ, അതായത് ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ആരുടെ കൂടെ പാടില്ല എന്നൊക്കെയുള്ള കർശനമായ നിയമങ്ങൾ. അപ്പോൾ ഒരു ചോദ്യം വരാം, ഇത്രയധികം ഭാഷകളും മതങ്ങളും ജാതികളും പലതരം ആചാരങ്ങളുമൊക്കെയുള്ള ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ എന്താണ് ഒന്നിപ്പിച്ചു നിർത്തുന്നത്? അതിനുള്ളൊരു സൂചന ഈ സ്ക്രീനിലെ ഈ നമ്പറിലുണ്ട്. 1600-ലധികം. എന്താണിത് എന്നറിയാമോ? ഇത് ഇന്ത്യയിൽ സംസാരിക്കുന്ന ഭാഷകളുടെയും അതിൻ്റെ പല വകഭേദങ്ങളുടെയും ഒരു ഏകദേശ കണക്കാണ്. ചിന്തിച്ചു നോക്കൂ, എത്ര വലിയ വൈവിധ്യമാണിത് കാണിക്കുന്നത്. ഇവിടെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം വരുന്നത്. ഇന്ത്യയിൽ പലതരം മതങ്ങളുണ്ട്. ആളുകളുടെ വസ്ത്രധാരണ രീതികൾ വ്യത്യസ്തമാണ്. ഭക്ഷണരീതികൾക്കൊരു കണക്കുമില്ല. ഓരോ കൂട്ടരും അവരവരുടെ സംസ്കാരം നിലനിർത്തുമ്പോൾ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ബഹുസ്വരത എന്ന് പറയുന്നത്. ഇത്രയൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്ന ഒരൊറ്റ വികാരം നമുക്കിടയിലുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ശക്തി. അപ്പോൾ ഈ വൈവിധ്യത്തെ ഇങ്ങനെയൊരു കുടക്കീഴിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ തത്വം കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം. ഇതിന് പ്രധാനമായും 3 അടിസ്ഥാന തത്വങ്ങളാണുള്ളത്. 1, നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായി ഒരു മതമില്ല. 2, ഗവൺമെന്റിനു മുന്നിൽ എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, ഒന്നിനും പ്രത്യേക പരിഗണനയില്ല. മൂന്നാമത്തേത്, ഓരോ ഇന്ത്യൻ പൗരനും അവനവനിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തതുപോലെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ ഒരേ സമയം വളരെ സങ്കീർണവും ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതുമാണ്. പഴയകാല പാരമ്പര്യങ്ങളും ആധുനിക ജനാധിപത്യ ആശയങ്ങളും ഇവിടെ ഒരുമിച്ചു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. പുരാതനമായ സാമൂഹിക ഘടനകളെയും പുതിയ കാലത്തെ ജനാധിപത്യ മൂല്യങ്ങളെയും ഒരു രാജ്യം എങ്ങനെയാണ് ഒരേ സമയം ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നത്? ഈ ചോദ്യത്തിനുള്ള ഏറ്റവും നല്ല ഉത്തരം ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലും വർത്തമാനകാലത്തിലുമുണ്ടാകും.